അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ റൗളത്തുൽ ഖുർആൻ പഠിതാക്കൾ, റൗളത്തുൽ ഖുർആൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശിശു പരിപാലനവുമായി ബന്ധപ്പെട്ട, അതായത് 2ാമത്തെ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, എങ്ങനെയാണ് ആ കുട്ടിയെ വളർത്തേണ്ടത്, ജനിച്ച ഉടനെ ആ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതേപോലെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 2 വർഷം പരിപൂർണമായി ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വെച്ച് നമ്മൾ ചർച്ച ചെയ്തു. ആ മുലപ്പാലിൻ്റെ മഹത്വം എന്നുള്ള ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതായത് ഒരു കുട്ടി ജനിച്ചാൽ 2 വർഷം പരിപൂർണമായി നിങ്ങൾ മുലപ്പാൽ കൊടുക്കണം. വൽ വാലിദാത്തു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 233-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, 2 വർഷം തുടർച്ചയായി 2 വർഷം പരിപൂർണമായി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണം. ഈ മുലപ്പാൽ കൊണ്ടുള്ള മഹത്വം, പ്രാധാന്യം എന്താണ്? ഒരു കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ച, എല്ലിൻ്റെ ശക്തി, പല്ലിൻ്റെ ഉറപ്പ്, അതുപോലെ മസിലിൻ്റെ ശക്തി, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആരോഗ്യപരമായ വിഷയങ്ങളും ഒരു കുട്ടിക്ക് ലഭിക്കുന്നത് ആ കുട്ടിക്ക് 2 വർഷം പരിപൂർണമായി മുല കൊടുക്കുമ്പോഴാണ്. ഹൗലൈനി കാമിലൈനി. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സൂചിപ്പിച്ചത് അതാണ്. അങ്ങനെ അള്ളാഹു വെറുതെ പറയൂലല്ലോ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു ആയത്ത് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ടാവും. അതാണ് അള്ളാഹു പറയുന്നത്, 2 വർഷം തുടർച്ചയായി, 2 വർഷം പരിപൂർണമായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ മുലപ്പാൽ കൊടുക്കുന്നതിന് വലിയ മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് മുലപ്പാൽ ഒരു കുട്ടിക്ക് 2 വർഷം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വളർച്ചാഘട്ടങ്ങൾ, ആ കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ച, ആ കുട്ടിയുടെ എല്ലിൻ്റെ ശക്തി, ആ കുഞ്ഞിൻ്റെ പല്ലിൻ്റെ ഉറപ്പ്, ഇതൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട് എന്നതാണ് മുലപ്പാൽ 2 വർഷം പരിപൂർണമായി കൊടുക്കുമ്പോൾ കിട്ടുന്ന നേട്ടമെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒട്ടനവധി മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ വൈകല്യങ്ങളുള്ള കുട്ടികൾ, അതല്ലെങ്കിൽ വളർച്ചാഘട്ടങ്ങളിൽ ചെറിയ പോരായ്മകളുള്ള കുട്ടികൾ, അവർക്കൊന്നും ഒരുപക്ഷെ മുലപ്പാൽ കൃത്യമായി കിട്ടാത്തതിൻ്റെ കാരണമായിരിക്കാം അത്തരത്തിലുള്ള വൈകല്യങ്ങളുണ്ടാവാനുള്ള മാനദണ്ഡം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹൗലൈനി കാമിലൈനി. പരിപൂർണമായി 2 കൊല്ലം എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 6 മാസക്കാലം
മുലപ്പാൽ മാത്രമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ആദ്യത്തെ 6 മാസക്കാലം മുലപ്പാൽ മാത്രം കുടിച്ച് കുട്ടികൾ വളരണം. അതാണ് നല്ലത്. അതാണ് ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. 6 മാസം കഴിഞ്ഞാൽ പിന്നെ ചെറിയ നേർത്ത ഭക്ഷണങ്ങൾ, അതായത് മുത്താറി, ആ രൂപത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള നേർത്ത ഭക്ഷണങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് കൊടുക്കണം 6 മാസത്തിന് ശേഷം. അത് കഴിഞ്ഞ് പല്ല് മുളച്ചു തുടങ്ങിയാൽ ചെറിയ ചെറിയ കട്ടിയുള്ള ഭക്ഷണങ്ങൾ പതുക്കെ പതുക്കെ എന്താക്കുക? കൊടുത്തു തുടങ്ങാം. ഇതാണ് ഒരു കുട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ കൃത്യമായി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി തീരുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടി മുല കുടിച്ച് 2 വർഷം പൂർണ്ണമായി മുല കുടിച്ച് വളർന്നാൽ ആ കുട്ടിയുടെ നേട്ടങ്ങൾ, ആ കുട്ടിക്കുണ്ടാവുന്ന നന്മകൾ എന്തൊക്കെയാണ്? ഒന്ന്, നല്ല ആരോഗ്യം ഉണ്ടാവും. നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആരും കൊതിക്കുന്നൊരു കാര്യമാണ്. ഈ ആരോഗ്യത്തിൻ്റെ വില അറിയണമെങ്കിൽ രോഗിയാവണം. കണ്ണിൻ്റെ വില അറിയണമെങ്കിൽ കണ്ണ് കാണാതിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യത്തിൻ്റെ വില ഒരാൾ മനസ്സിലാക്കണമെങ്കിൽ രോഗിയായി കിടക്കണം. അപ്പോഴാണ് ആരോഗ്യം എത്ര നല്ലതാണ് എന്ന് അയാൾ ചിന്തിക്കുക. അപ്പോൾ മരണം വരെ നല്ല ആരോഗ്യത്തിൽ ജീവിക്കണമെങ്കിൽ ആ ആരോഗ്യം കിട്ടാനുള്ള മാർഗമാണ് 2 വർഷം പരിപൂർണമായി മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് അധിക ആളുകളും ശ്രദ്ധിക്കാത്ത 2 അനുഗ്രഹങ്ങളുണ്ട്. ആ 2 അനുഗ്രഹങ്ങൾ ഏതാണ്? അസ്വിഹത്തു വൽ ഫറാഗ്. ഒന്നാമത്തത് ആരോഗ്യമാണ്, രണ്ടാമത്തത് ഒഴിവ് സമയമാണ്. ആരോഗ്യം എന്നുള്ളത് ജനങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. രണ്ടാമത്തത് ഒഴിവു സമയമാണ്. സമയം വെറുതെ നഷ്ടപ്പെടുത്തുക, അതും ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാത്ത കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അവിടുത്തെ ഹദീസാണ് ഞാൻ പറഞ്ഞത്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്വിഹത്തു വൽ ഫറാഗ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ആരോഗ്യത്തെപ്പറ്റി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഫാസ്റ്റ് ഫുഡ് എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ അടിച്ചു കയറ്റും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണ രീതികൾ, സമയത്തു ഭക്ഷണം കഴിക്കാതിരിക്കലും ആരോഗ്യത്തെ നശിപ്പിക്കലാണ്. അതുപോലെ സമയത്ത് ഭക്ഷണം കൂടുതൽ കഴിക്കലും ആരോഗ്യത്തെ നശിപ്പിക്കലാണ്. മിതമായ രൂപത്തിൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഭക്ഷണക്രമം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നല്ല ആരോഗ്യം ഒരാൾക്ക് ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ മുല കൃത്യമായി കുടിച്ച് വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് നല്ല ആരോഗ്യമുണ്ടാവും. നല്ല ആരോഗ്യമുണ്ടാവാനുള്ളൊരു കാരണമാണ് ആ കുട്ടിക്ക് 2 വർഷം പൂർണ്ണമായി മുലപ്പാൽ കൊടുക്കുക എന്നുള്ളത്. പിന്നെ എന്താണ് രണ്ടാമത്തത്? മികച്ച ബുദ്ധിശക്തി. നമ്മളൊക്കെ മക്കളെപ്പറ്റി പരാതി പറയുകയാണ്, ഓന് പഠിച്ചാൽ തീരെ തലയെ കയറൂല, അല്ലെങ്കിൽ തീരെ ശ്രദ്ധിക്കണില്ല, അല്ലെങ്കിൽ ബുദ്ധി കുറവാണ്, ഓർമ്മശക്തി കുറവാണ്. ഇതിനൊക്കെയുള്ള പരിഹാരമാണ് മുലപ്പാൽ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത്. ഇനി കൃത്യമായി മുലപ്പാൽ കൊടുത്ത കുട്ടികൾക്ക് തന്നെ ചിലപ്പോൾ ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഓർമ്മശക്തി കുറവാണ് എന്നൊക്കെ രക്ഷിതാക്കൾ ചിലപ്പം പരാതി പറയും. അത് ഓലെ വളർച്ചാഘട്ടത്തിൽ നമ്മൾ കൃത്യമായി പരിപാലിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഏതോ ആവട്ടെ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിശക്തിയും ആരോഗ്യവും നല്ല ഓർമ്മശക്തിയൊക്കെ കിട്ടാനുള്ള ഒരു കാരണം, പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം മുലപ്പാൽ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ക്രമാനുഗത ചലന വികാസം. അതായത് കൃത്യമായി ഒരു കുട്ടി ക്രമത്തിൽ ചില ചലനങ്ങളിൽ വികാസം ഉണ്ടാവും. ഉദാഹരണത്തിന് കമിഴ്ന്ന് കിടക്കൽ, ഇരിക്കൽ, നിരങ്ങൽ, മുട്ടിൽ എഴഞ്ഞ് നടക്കൽ, നിൽക്കൽ, അതുപോലെ നടക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ മാസത്തിലും കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ക്രമത്തിലുള്ള ചില വളർച്ചാ ഘട്ടങ്ങളുണ്ട്. ആധുനിക ശാസ്ത്രം ആ വളർച്ചാഘട്ടത്തെ 4 വിഭാഗമായി തിരിക്കുന്നുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസക്കാലം അതിന് പറയുന്ന പേരാണ് ന്യൂ ബോൺ എന്നുള്ളത്. ആ ന്യൂ ബോൺ കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് 1 വയസ്സുവരെയുള്ള സമയത്തിനാണ് ഇൻഫൻസി പീരീഡ് എന്ന് പറയുന്നത്. ഈ 1 വയസ്സു വരെയുള്ള സമയത്താണ്, ഒരു കുട്ടി ജനിച്ചിട്ട് 1 വയസ്സു ആവുന്നത് വരെയുള്ള സമയത്തിലാണ് ആ കുട്ടിയുടെ തലച്ചോറ് കൃത്യമായി വളരുന്നത്, അതുപോലെ മസിൽ വളരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഈ ഒരു വർഷ കാലയളവിലുള്ള ടൈം അതിനെ ആധുനിക ശാസ്ത്രം 4 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഗ്രോസ് മോട്ടോർ, രണ്ടാമത്തത് ഫൈൻ മോട്ടോർ, മൂന്നാമത്തത് പേഴ്സണൽ സോഷ്യൽ, നാലാമത്തത് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ 4 ആയി തരം തിരിക്കുന്നുണ്ട്. ഗ്രോസ് മോട്ടോർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടിയുടെ നാഡി, ആ കുട്ടിയുടെ മസില്, അതുപോലെ തൊലി, ആ കുട്ടിയുടെ മാംസം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ വളർച്ച. അപ്പോൾ ഉദാഹരണത്തിന് ഒരു 3 മാസം പ്രായം ആവലോടുകൂടി കുട്ടിയുടെ കഴുത്ത് ഉറയ്ക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടും കഴുത്ത് ഉറച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. കുട്ടികളെ കാണിക്കുന്ന പീഡിയാട്രീഷ്യനെ കാണിക്കണം. അങ്ങനെ കുട്ടിയുടെ വളർച്ചാ കുറവിനെ സംബന്ധിച്ച് ആ ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കണം. അപ്പം 3 മാസം വരെ നമ്മൾ കുട്ടിയെ എടുക്കുന്ന സമയത്ത് കഴുത്ത് കൂട്ടിയാണ് പിടിക്കുക. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ പിന്നെ കഴുത്ത് സ്വയം കുട്ടി ഉറപ്പിച്ച് നിർത്താനുള്ള പ്രായം എത്തും. 3 മാസം കഴിഞ്ഞ് പിന്നെ 6 മാസം വരെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി കമിഴ്ന്ന് കിടക്കാനുള്ള പ്രായമാണ്. കന്ന് വീഴും. 3 മാസം മുതൽ 6 മാസം വരെ. 6 മാസം കഴിഞ്ഞാൽ പിന്നെ 6 മാസം മുതൽ 8 മാസം വരെ ഒരു കുട്ടി നമ്മുടെ കൈ വെക്കുമ്പോൾ ആ കുട്ടി ഇരിക്കാൻ തുടങ്ങും. നമ്മൾ ബേക്കിലിങ്ങനെ കൈ വെച്ച് കൊടുത്താൽ ആ കുട്ടി ഇങ്ങനെ അതുമ്മേ ചാരിയിട്ട് ഇരിക്കാനുള്ള പ്രായമാണ് 6 മാസം മുതൽ 8 മാസം വരെ. ചെറിയ സപ്പോർട്ട് നമ്മൾ കൊടുത്താൽ ആ കുട്ടി ഇരിക്കും. 8 മാസം പൂർത്തിയാവലോടുകൂടെ ആ കുട്ടി ഒരു സപ്പോർട്ടും കൊടുക്കാതെ സ്വയം ഇരിക്കാൻ തുടങ്ങും. നമ്മൾ സഹായിക്കും വേണ്ട, കുട്ടി സ്വയം ഇരിക്കാൻ തുടങ്ങുന്ന പ്രായമാണ് 8 മാസം. അത് കഴിഞ്ഞ് 9 മാസം മുതൽ 11 മാസം വരെ ആ കുട്ടി പിടിച്ചിട്ട് നിൽക്കാൻ തുടങ്ങും. ചുമരിലൊക്കെ പിടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങുന്ന പ്രായമാണ് 9 മാസം മുതൽ 11 മാസം വരെ. പിന്നെ 1 വയസ്സായാലോ, 1 വയസ്സായാൽ പിന്നെ സ്വയം ചുമരിലൊന്നും പിടിക്കാതെ അല്ലെങ്കിൽ കമ്പിയിലൊന്നും പിടിക്കാതെ സ്വയം എഴുന്നേറ്റ് നിൽക്കാനുള്ള പ്രായം, അതാണ് 1 വയസ്സ്. 1 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഒരു 1.5 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ ഒരാളുടെയും സപ്പോർട്ടില്ലാതെ തപ്പിത്തടയാതെ നടക്കാൻ തുടങ്ങുന്ന പ്രായമാണ് 1.5 വയസ്സ്. അത് കഴിഞ്ഞിട്ടൊരു 2 വയസ്സാകുന്ന സമയത്തോ കുട്ടി ഓടാൻ തുടങ്ങും. ഓടാൻ തുടങ്ങും. അതുപോലെ പിന്നെ സ്വയം പന്ത് കളിക്കാനും കളിപ്പാട്ടങ്ങൾ കളിക്കാനൊക്കെ
തുടങ്ങും അല്ലേ. ഇതാണ് 2 വയസ്സ് വരെയുള്ള വളർച്ചാഘട്ടം. ഈ വളർച്ചാഘട്ടം കൃത്യമായി നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുലപ്പാൽ കൃത്യമായിട്ട് കൊടുക്കണം. അതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അതുപോലെ 2 കൈ കൊണ്ട് ഒരു സാധനം വാങ്ങും. ഏത് പ്രായത്തിൽ? 3 മാസം ആവുമ്പോൾ. 3 മാസം വരെ ഒരു കുട്ടിക്ക് ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ 2 കൈ കൊണ്ടും കൂടിയിട്ടാണ് വാങ്ങുക. എന്നാൽ അതൊരു 6 മാസം കഴിഞ്ഞ കുട്ടിയാണെങ്കിലോ ഒറ്റ കൈ കൊണ്ട് വാങ്ങാനുള്ള ഒരു ശീലം ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ് 3 മാസം കഴിഞ്ഞ് 6 മാസം വരെ 2 കൈ കൊണ്ട് ആണ് ഒരു കുട്ടി ഒരു സാധനം ആ കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടി വാങ്ങുക. 6 മാസം മുതൽ 2 കൈ എന്നുള്ളത് മാറിയിട്ട് 1 കൈ കൊണ്ട് വാങ്ങാൻ തുടങ്ങും. നമ്മളൊരു സാധനം കൊടുത്തു നോക്കിയാൽ മതി അങ്ങനത്തെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ 1 വയസ്സൊക്കെ ആകുമ്പോൾ അത് 2 വിരൽ കൊണ്ട് വാങ്ങാൻ തുടങ്ങും. ഒരു പേനേ അതല്ലെങ്കിൽ ഒരു പെൻസിലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് 2 വിരൽ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള വളർച്ചാഘട്ടങ്ങളുണ്ട് കുട്ടികൾക്ക്. അതുപോലെ 2 മാസം വരെ ഒരു കുട്ടി ആരെ കണ്ടാലും ചിരിക്കും. അതേ സമയത്ത് 3 മാസമായാൽ സ്വന്തം ഉമ്മയെ തിരിച്ചറിയാനുള്ള പ്രായമാവുന്ന 3 മാസമാണ് ഒരു ഉമ്മയെ കുട്ടി തിരിച്ചറിയാനുള്ള പ്രായം. അതുപോലെ 6 മാസമായാൽ തൻ്റെ കുടുംബത്തിലെ പലരെയും തിരിച്ചറിയും. ഉപ്പാനെ തിരിച്ചറിയും, സഹോദരനെ, സഹോദരിയെ, താത്തനെ, കാക്കനെ, അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുന്ന പ്രായമാണ് 6 മാസത്തിന് ശേഷം. മനസ്സിലായല്ലോ. അതുപോലെ 1 വയസ്സാകുന്ന സമയത്ത് നമ്മൾ ടാറ്റ പറയാൻ പറഞ്ഞാൽ ടാറ്റ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 1 വയസ്സ് പൂർത്തിയായതിന് ശേഷം അതല്ലെങ്കിൽ 1 വയസ്സിൻ്റെ തൊട്ട് മുമ്പ് ഒക്കെയാണ് ഏകദേശം ഒരു കുട്ടിയുടെ വളർച്ചാഘട്ടം. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, അതായത് 2 മാസം പ്രായമാകുന്ന സമയത്ത് ആ 2 മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഏത് ഭാഗത്തുനിന്ന് ശബ്ദം കേട്ടാലും കുട്ടി തിരിഞ്ഞു നോക്കും അല്ലേ. അതുപോലെ 3 മാസം ആകുന്ന സമയത്ത് കുട്ടി സ്വയം ചില ചെറിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. പിന്നൊരു 6 മാസം പിന്നിടുന്ന സമയത്ത് 2 അക്ഷരങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി തുടങ്ങും. ഉദാഹരണത്തിന് മാ, അതുപോലെ ഉമ്മ, പ എന്നൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങും. ഇതൊക്കെ ഒരു കുട്ടിയുടെ വളർച്ചാഘട്ടമാണ്. 1 വയസ്സാകുമ്പോൾ ആ കുട്ടി ചെറിയ രൂപത്തിൽ ഉമ്മ, ഉപ്പ എന്നൊക്കെയുള്ള 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള സന്ദർഭത്തിൽ അങ്ങനെ ചെറിയ രൂപത്തിലുള്ള സംസാരങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. 1 വയസ്സ് കഴിഞ്ഞിട്ടും ഈ ഒരു ചെറിയ രൂപത്തിലുള്ള സംസാരങ്ങൾ, ചെറിയ രൂപത്തിലുള്ള ശബ്ദമുണ്ടാക്കലുകൾ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ കാണിക്കും അല്ലേ. ഇങ്ങനെയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള വളർച്ചാഘട്ടങ്ങൾ. ഈ വളർച്ചാഘട്ടങ്ങൾ കൃത്യമായി ഉണ്ടാവണമെങ്കിൽ അത് മുലപ്പാൽ കൊടുത്താൽ കിട്ടുന്നൊരു ഗുണമാണ് എന്നാണ് ഈ കിതാബിൽ, ഈ പുസ്തകത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കളോട് പ്രത്യേകമായ സ്നേഹവും അനുസരണയും ഉണ്ടായിത്തീരും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഹൗലൈനി കാമിലൈനി, 2 വർഷം പരിപൂർണമായി മുല കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്നേഹവും അനുസരണയും മാതാപിതാക്കളോടുണ്ടായിത്തീരാനുള്ള കാരണമാണ് മുലപ്പാൽ കൃത്യമായി കൊടുക്കുക എന്നത്. അതാണ് ഇവിടെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ കൃത്യമായ വളർച്ചയും ആരോഗ്യവും മസിൽ പവറും നാഡീ വ്യവസ്ഥയും അതുപോലെ തന്നെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിർണയിക്കപ്പെടുന്നത്, അതുപോലെ ക്രമമായ വളർച്ചാഘട്ടങ്ങൾ നിർണയിക്കപ്പെടുന്നത് കമിഴ്ന്ന് കിടക്കൽ, സംസാരിക്കൽ, ഇരിക്കൽ, മുട്ടിൽ ലയഞ്ഞു നീങ്ങൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിർണയിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല്ലിൻ്റെ ശക്തി, എല്ലിൻ്റെ ഉറപ്പ്, തലച്ചോറിൻ്റെ വളർച്ച, മാനസികമായ വികാസം, ഇതൊക്കെ കൃത്യമായി ഒരു കുട്ടിയിൽ രൂപാന്തരപ്പെടുന്നത്,
രൂപം പ്രാപിക്കുന്നത് ആ കുട്ടി മുലപ്പാൽ കൃത്യമായി കുടിച്ചു വളരുന്ന കുട്ടിയായതുകൊണ്ടാണ്. 2 വർഷം പൂർണ്ണമായി മുലപ്പാൽ കുടിക്കുന്നത് കൊണ്ടാണ് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാതെ 6 മാസം കഴിയുമ്പോഴേക്ക് 1 വയസ്സ് കഴിയുമ്പോഴേക്ക് കുട്ടിയെ മുലപ്പാൽ നിർത്തിക്കുന്നൊരു രൂപം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 2 വർഷം തുടർച്ചയായി പരിപൂർണമായി തന്നെ മുല കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടേണ്ട പാഠം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അടുത്ത ക്ലാസ്സിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആർത്തവ രക്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.